ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡബ്ല്യൻ മല്ലു വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കുറെ ദിവസങ്ങളാണ് നമ്മൾ കണ്ടിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഈയിടെയായിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. കുറെ ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഒന്നും വരാതെ തന്നെ നമുക്ക് യാത്ര ചെയ്യാനുള്ള അവസരങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യമൊന്നും ഒരു കംഫർട്ടബിൾ ആയിരുന്നില്ല. സോ അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതെ തന്നെ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ദിവസം നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം വെൽക്കം ബാക്ക് എവ്രി വൺ. നമ്മുടെ നാട്ടിലറിയാം, നമ്മുടെ വയനാട് മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലും അതിനോടനുബന്ധിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന കൊടുക്കുക, അതുപോലെ തന്നെ നമുക്ക് സഹായം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സഹായിക്കുക. നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ അവിടെ. അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം, സഹായിക്കാം. അങ്ങനെ ഒരു നല്ല ചിന്തയോടെ നമുക്ക് തുടങ്ങാവുന്ന ദിവസം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. രാവിലെ ജിമ്മിൽ പോയതായിരുന്നു, പക്ഷെ ഇവിടെ ഇന്ന് പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് ജിമ്മിൽ കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റിയില്ല. തിരിച്ചു പോരേണ്ടതായിട്ട് വന്നു. അപ്പം കുറച്ച് നേരം കഴിയുമ്പോൾ കണ്ട തർക്കോടൊന്നും തോന്നണേ. പക്ഷെ നെറ്റിൽ നോക്കി കഴിഞ്ഞ സമയത്ത് ഓപ്പൺ എന്ന് കാണിച്ചതുകൊണ്ടാണ് ഇന്ന് പോയത്, പക്ഷെ നടന്നില്ല. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യണം. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. ചില ദിവസങ്ങളൊക്കെ നമ്മൾ തിരക്കായതുകൊണ്ടും അല്ലെങ്കിൽ കുറെ വീക്കുകളായിട്ട് തിരക്കായതുകൊണ്ടാണ് ഇടാതിരുന്നത്. കുറെ നൈറ്റ് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഇടാതിരുന്നത്. എല്ലാവരോടും സോറി. അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പൊ രാവിലെ ചോറ് വയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. രാവിലെ ചോറാണ് ഞാൻ ഇവിടെ കഴിക്കാൻ പോണേ. അപ്പൊ നമ്മള് ബാസ്മതി റൈസാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ, പെട്ടെന്ന് വേവുന്ന റൈസ് ആയതുകൊണ്ടും അല്ലെങ്കിൽ സമയം ഒത്തിരി എടുക്കണ്ട. അതുകൊണ്ട് ഞാൻ ബാസ്മതിന്റെ റൈസാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ചോറുണ്ടാക്കിയതിന് ശേഷം നമ്മുടെ മീൻ കൂട്ടാനൊക്കെ ഉണ്ടാക്കി ഞാൻ ചക്ക പുഴുങ്ങാനോട് ആലോചിക്കുന്നുണ്ട്. ഇന്ന് അതും കൂടെ ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചക്ക പുഴുങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ ഷോപ്പിൽ പോയ സമയത്ത് ചക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു. ജാക്ക് ഫ്രൂട്ടിന്റെ ഗ്രീനാണ് മേടിച്ച്, സ്ലൈസ്ഡ് ആയിട്ടുള്ള ഭയങ്കര നല്ല ചക്കയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെയുള്ള ചക്കയാണ്. ഞാൻ അന്നൊരു വീഡിയോ കാണിച്ചിരുന്നു. അപ്പം ഇന്നും ഞാൻ ആവിയിൽ വേവിച്ചിട്ട് പുഴുങ്ങാൻ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ആവിയിൽ വേവിക്കാനുള്ള പാത്രം കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ചക്കനകത്തേക്ക് ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ആവി ചൂടാക്കി കയറ്റിയിട്ട് നമുക്ക് മുളക് കാര്യങ്ങളൊക്കെ അരച്ചിടാം കേട്ടോ. അപ്പൊ ഇതാട്ടോ ഞാൻ പറഞ്ഞ ചക്ക കണ്ടോ. നല്ല കുഞ്ഞ് സ്ലൈസ് ഒക്കെ ആയിട്ട് ചെയ്ത് അടിപൊളിയാക്കി ഇരിക്കുന്ന ചക്കയാണ്. നമ്മുടെ നാട്ടിൽ അരിഞ്ഞ പോലെ തന്നെ ഒരു കളർ വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല. അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് ഇങ്ങനെ ചൂടാക്കി നല്ല ആവിക്കുന്ന കയറ്റിയതിന് ശേഷം നമുക്ക് മുളക് അരച്ചിട്ടിട്ട് ചക്ക പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ചക്കയും ചോറൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചക്ക പതുക്കെ ആവി കയറി വേവട്ടെ, അതുപോലെ ചോറ് വെന്ത് വരട്ടെ. ബാസ്മതി റൈസ് ആണ്, പെട്ടെന്ന് തന്നെ വേവും. ആ 4 സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കിളിമീൻ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പൊ നമ്മുടെ മീൻ കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 1-2 ചെറിയ സവോള എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് എണ്ണയും കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് കാരമലൈസ് ചെയ്യാൻ വെച്ചേക്കുവാണ്. കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് ഇതാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഒരയിലത്തേക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒന്ന് ഗ്രേവി ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് സമയം എടുക്കാമെന്ന് കാരമലൈസ് ചെയ്ത് നല്ലൊരു ഇതായിട്ട് വരാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഞാനൊരു 3 കഷ്ണം എടുത്തിട്ടുള്ളൂ മീൻ. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ 3 കഷ്ണം എടുത്തിട്ടുള്ളൂ. അന്ന് വെള്ളത്തിലിട്ട് വെച്ചേക്കാം, ഒന്ന് തണുപ്പൊന്ന് മാറാനൊക്കെ ആയിട്ട്. അപ്പൊ നമ്മൾ അതിന്റെ മിശ്രിതത്തിനുള്ളിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതുകൂടാതെ കുറച്ച് ടൊമാറ്റോ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ അതിന്റെ ഉള്ളിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് അലിഞ്ഞു വരണം. അതിനുശേഷമാണ് നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്നത് കേട്ടോ. ഇവിടെ മീൻകറിയിൽ ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അരപ്പെല്ലാം ചേർത്തു, അതുപോലെ തന്നെ പൊടി കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചക്ക ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തേക്ക് നമുക്കിനി ഫിഷ് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. ഇവിടെ മീൻകറിയിൽ ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അരപ്പെല്ലാം ചേർത്തു, അതുപോലെ തന്നെ പൊടി കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചക്ക ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തേക്ക് നമുക്കിനി ഫിഷ് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. അപ്പൊ നമ്മുടെ അരപ്പിന്റെ ഉള്ളിലേക്ക് നമ്മൾ അത്യാവശ്യം നമുക്ക് 3 മീനാണുള്ളത്. അപ്പൊ ഞാൻ ഇട്ട് കൊടുത്തു. നമ്മുടെ കിളിമീനാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോ അതിനകത്തേക്ക് കിടന്ന് നന്നായിട്ടൊന്ന് ഒന്ന് വെന്ത് അരപ്പേക്കൊന്ന് പിടിച്ച് വന്നതിന് ശേഷം നമുക്കൊന്ന് താളിക്കാം. അപ്പൊ നമ്മുടെ കിളിമീനിന്റെ കറി നമ്മൾ ഏകദേശം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത്ര വലിയ നല്ലതൊന്നുമില്ല, വലിയ ടേസ്റ്റ് ഒന്നും തോന്നല്ല. പക്ഷെ എങ്കിൽ കൂടിയും ഞാൻ പറയില്ലേ, നമ്മുടെ ഒരു ഇഷ്ടത്തിനൊക്കെ നമ്മള് റെസിപ്പി ഉണ്ടാക്കുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യം തന്നെയല്ലേ. സോ അപ്പൊ അത് ശരിയായിട്ടുണ്ട്. മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കയും കൂടെ പുഴുങ്ങിയെടുക്കണം. അപ്പൊ നമുക്ക് തേങ്ങയൊക്കെ അരച്ച് ബ്ലെൻഡറിൽ വെച്ച് അരച്ചിട്ട് എടുക്കണം, കുഞ്ഞുള്ളിയൊക്കെ വെച്ചിട്ട്. അപ്പൊ അത് ചെയ്യണം നമുക്ക് ഇനി അടുത്തത് കൂടി. അപ്പോ അങ്ങനെ നമ്മുടെ കിളിമീൻ കറിയൊക്കെ ഉണ്ടാക്കി, ഞാൻ ചക്ക പുഴുങ്ങി, അതുപോലെ ചോറൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ.
ചില ദിവസങ്ങളിൽ നമ്മൾക്ക് സമയം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ അടിപൊളിയായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ചക്കയൊക്കെ പുഴുങ്ങി അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ചക്കയാണ് അവിടെ, പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമാണത്. നമ്മളോർക്കും ഇവിടെ കിട്ടുന്ന ഫ്രോസൺ ആയിട്ട് വരുന്ന നമ്മുടെ ചക്ക അത്ര നല്ലതല്ലെന്ന്, പക്ഷെ വളരെ നമ്മുടെ നാട്ടിൽ പുഴുങ്ങുന്ന പോലെ തന്നെ നമുക്ക് ആ ടേസ്റ്റും ആ ഒരു ഗുണമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചില്ല, പക്ഷെ ഇതിനു മുമ്പ് ഉണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇന്ന് പോലെ കിളിമീൻ കറി വെച്ചു, അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് ഇനിയും കുറേ വീഡിയോകളൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. ഈ ദിവസത്തെ തിരക്കുകളും കാര്യങ്ങളായിരുന്നുകൊണ്ട് എനിക്ക് ഒരുപാട് വീഡിയോകൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ഉടനെ തുടങ്ങുന്നതായിരിക്കും, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം കേട്ടോ. അപ്പം ശരി, എന്നാൽ താങ്ക് യു.